Hello everyone, welcome back to my YouTube channel. So ഇത് ആക്ച്വലി ഞാൻ യൂട്യൂബിൽ ഇടാൻ പോകുന്ന ഏറ്റവും ഒരു റോ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഞാനിപ്പോൾ ഗുബൈബ മെട്രോ സ്റ്റേഷൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. നേരത്തെ ലൈറ്റ് ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ലൈറ്റ് ഇല്ല. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് പോയി എനിക്കിപ്പോൾ വീഡിയോ എടുക്കണം. അതുകൊണ്ട് എനിക്ക് പറ്റുന്നൊരു ആംഗിളിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ കയ്യിലാണ് വെച്ചത്, എൻ്റെ കയ്യിൽ സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എനിവേസ് ഞാൻ UK ഇങ്ങോട്ടേക്ക് ദുബായിലേക്ക് വന്ന സമയത്ത് ഞാൻ കുറേ ട്രൈ ചെയ്ത് വീഡിയോ എടുക്കണം. പക്ഷേ എന്താ പറയുക, ആ ഒരു കണ്ടിന്യൂറ്റി പോയതുകൊണ്ട് തന്നെ പിന്നെ എനിക്കത് തുടങ്ങാൻ ഭയങ്കര പ്രശ്നം. അതായത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ തുടങ്ങാൻ വിചാരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള സെയിം പ്രശ്നമാണ് പിന്നെ നമ്മൾ നിർത്തിയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുമ്പോൾ. അപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ ഈ ഗുബൈബ മെട്രോ സ്റ്റേഷൻ്റെ പുറത്ത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പറ്റുകയാണെങ്കിൽ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനത് ഇതിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ മെയിനായിട്ട് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, UK ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എനിക്ക് അത്രയും തടി ഉണ്ടായെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ് മനസ്സിലാക്കിയത് ഭയങ്കര തടിച്ചിട്ടാണെന്ന്. അപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു ആംഗിളിൽ വെക്കുന്നതും ഇഷ്ടാവില്ല. അപ്പോൾ മെലിയട്ടെ എന്നിട്ട് എടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചത് എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് വ്ളോഗിങ്, പോകുന്ന സ്ഥലത്തുള്ള ബ്യൂട്ടിഫുൾ സംഭവങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ ഞാൻ എന്തിന് അങ്ങനെ ചിന്തിക്കണം, എന്തിന് ഇൻസെക്യൂരിറ്റീസിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് ചില സമയം ചിന്തിക്കും. പക്ഷേ കുറച്ച് ഞാൻ വിചാരിക്കും, അയ്യോ വേണ്ട, ഇപ്പം വേണ്ട, ആൾക്കാരെന്ത് വിചാരിക്കും, എനിക്ക് മെലിയണം, ബാക്ക് ടു നോർമൽ ആവണം. ബാക്ക് ടു നോർമൽ മീൻസ് കാണാൻ എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലാവണം. അങ്ങനെ പിന്നെയും സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇപ്പം ആക്ച്വലി എവിടെ നിന്നൊരു ധൈര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തോന്നിയ ആ ഒരു മൊമെൻറ്റിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. സോ വാട്ട് ഐ ഹാവ് ടു സേ ഇസ്, എന്താ പറയുക, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു കാര്യം ചെയ്യുന്നത് ഇറ്റ്സ് റിയലി ക്ലോസ് ടു അവർ ഹാർട്ട്, ഇറ്റ്സ് അവർ പാഷൻ. അത് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവും, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടും സാക്രിഫൈസ് ചെയ്യരുത് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഇനി അങ്ങോട്ടേക്ക് ഡെഫിനറ്റ്ലി ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യും. ഞാൻ ഭയങ്കരമായിട്ട് മടി പിടിച്ചു പോയി കുറച്ച് കാലം വരെ. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ലൈഫ് തന്നെ വേണ്ടാന്ന് തോന്നിയിട്ടാണ് ഞാൻ എൻ്റെ എന്താ പറയുക എല്ലാ ബൗണ്ടറീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കടന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ ഐ ആം ജസ്റ്റ് പ്ലാനിങ് ടു ഡു മോർ വീഡിയോസ്. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇവിടെ ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത് എനിക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഗുബൈബ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടുള്ള മെട്രോ സ്റ്റേഷൻ, ഇനി ഇങ്ങനത്തെ മെട്രോ സ്റ്റേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ പോയിട്ടുള്ള സ്റ്റേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ പോലെ തന്നെയാണ് പുറത്തൊരു പാർക്ക് വൈബ് ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ നേരത്തെ എടുത്ത വീഡിയോയും ഇവിടെ ഇരുന്നിട്ട് തന്നെ എടുത്തതാണ്. അതായത് ഇവിടെ വരുന്ന സമയത്ത് നമ്മളെ മൈൻഡൊക്കെ ഭയങ്കര കാമായിട്ട്, നല്ല കാറ്റും ഉണ്ടാവും. അപ്പോൾ നല്ല രസമാണ് അവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഞാൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ കുറേ ഇങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്, ഫാമിലീസ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നതിൻ്റെ ഈ ഒരു സ്റ്റോപ്പിൽ മിക്ക ആൾക്കാരും ഇറങ്ങുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ലെഫ്റ്റിൽ കാണുന്നതാണ് ഇവിടുത്തെ ഗുബൈബ ബസ് സ്റ്റേഷൻ. അപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഞാൻ ആദ്യം 2 ദിവസമൊക്കെ അവിടെ നിന്ന് 2-3 ഒരു 1 വീക്ക് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്നാണ് ബസ് കയറിയിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് നിന്ന് തന്നെ ബസ് കയറിയതാണ്. അപ്പോൾ ഈ ഒരു പ്ലേസ് എന്താ പറയുക, എപ്പോഴും എനിക്ക്
ഭയങ്കര ഇഷ്ടമുള്ള ദുബായിൽ എനിക്കിഷ്ടമുള്ളൊരു മെട്രോ സ്റ്റേഷനാണിത്. കാരണം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ ചില സ്ഥലത്തൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അത് ടൂറിസ്റ്റിന് മാത്രമുള്ള ഏരിയ ആണ്. നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ക്ലൂ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഇവിടെ രാത്രി എങ്ങനെയായിരിക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡാർക്കായിരിക്കുന്ന സമയത്ത് ഈ ലൈറ്റ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു പാർക്കിൽ വന്നൊരു വൈബ് ഉണ്ടാവും. അവിടെ ഞാനിരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ലോണും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യൂ ആണുള്ളത്. അപ്പോൾ എനിക്ക് പേടിയാണ് ആക്ച്വലി കുറേ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്ത് വീഡിയോ എടുത്താൽ പ്രശ്നമാവുമെന്ന്. കാരണം മെട്രോ സ്റ്റേഷൻ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഫ് ഐ എം നോട്ട് റോങ് ബർജ്മൻ മെട്രോ സ്റ്റേഷനിൽ ഞാൻ എടുത്ത വീഡിയോ എന്നെക്കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ദുബായിലുള്ള ആരെങ്കിലും ഫസ്റ്റ് ടൈമായിട്ട് ദുബായിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മളങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല. ആക്ച്വലി ഈ ഒരു സ്ഥലം ഭയങ്കര നല്ലതാട്ടോ. Yeah, so that's it. Bye.